നിങ്ങൾ എന്തെങ്കിലും ശബ്ദം ഇപ്പോൾ കേട്ടായിരുന്നോ? അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് എൻ്റെ പുറകിൽ കാണുന്ന അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചായിരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവനെ കുറിച്ചാണ്. അതെ, പൂമ്പാറ്റ. പുഴുവെന്ന് വിളിച്ച് കളിയാക്കിയവരുടെ മുമ്പിലേക്ക് വർണ്ണച്ചിറകുകളടിച്ച് പറന്നുകൊണ്ടാണ് പൂമ്പാറ്റ തൻ്റെ മധുര പ്രതികാരം തീർത്തത്. ഒരു സ്ഥലത്ത് വായിച്ചു കേട്ടതാണ്, നല്ല രസമായിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം റോബിൻ. ഇത് എൻ്റെ ചാനലിലെ 4ാമത്തെ വീഡിയോ ആണ്. അതെ, പൂമ്പാറ്റകളെ കുറിച്ച് ഇത്രയധികം പറയാനുണ്ടോ? നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും മഹേഷും പൂമ്പാറ്റയും. മഹേഷും പൂമ്പാറ്റയും എന്താണ് ഇത്രയും തമ്മിൽ, എന്താണ് ഇത്ര ബന്ധം? നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലൊന്ന് പോവുക, ടൈപ്പ് ചെയ്യുക വാട്ട് ഈസ് ബട്ടർഫ്ലൈ എഫക്റ്റ്. യൂട്യൂബിലും എല്ലാം അതിൻ്റെ കോണ്ടന്റ് അവൈലബിൾ ആണ്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു തിയറിയാണ്. അതായത് അതിനെ ഡിഫൈൻ ചെയ്തത് എത്രമാത്രമാണ്, ഒരു പൂമ്പാറ്റയുടെ ചിറകടി ശബ്ദം ലോകത്തിലെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വലിയ ഭൂകമ്പത്തിന് തന്നെ കാരണമായേക്കാം എന്നൊരു ചിന്താഗതിയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ടർഫ്ലൈ എഫക്റ്റ് പ്രധാനമായും ഡിഫൈൻ ചെയ്തത് KF തിയറിയെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ലോകത്തിൽ ഒരു സ്ഥലത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരു സ്ഥലത്ത് വലിയൊരു മാറ്റങ്ങൾക്കോ കാര്യങ്ങൾക്കോ കാരണമാകുന്ന ഒരു പ്രതിഭാസത്തെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നുകൊണ്ട് പറയുന്നത്. ബട്ടർഫ്ലൈ എഫക്റ്റിനെ വളരെ മനോഹരമായിട്ട് ഒരുപാട് ഹോളിവുഡ് സിനിമകളിലും ഇന്ത്യൻ സിനിമകളിലും നമ്മുടെ മലയാളം സിനിമകളിലും കാണിച്ചിട്ടുണ്ട്. ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന പേരിൽ തന്നെ ഒരു ഹോളിവുഡ് സിനിമയുണ്ട്. ഇനി നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിലും സിനിമകളിൽ ബട്ടർഫ്ലൈ എഫക്റ്റിനെ വളരെ മനോഹരമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരുപാട് ഇപ്പോൾ ശാസ്ത്രപരമായിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള സിനിമകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അതൊന്നുമല്ല, നമ്മുടെ സ്വന്തം ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലാണ് ബട്ടർഫ്ലൈ എഫക്റ്റിനെ വളരെ മനോഹരമായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എവിടെയാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റിനെ ആ സിനിമയിൽ കാണിച്ചു തന്നിട്ടുള്ളത്? ആദ്യമായിട്ട് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചിട്ടില്ല ഇത്തരത്തിലൊരു സയന്റിഫിക് തിയറി ആ സിനിമയിൽ വളരെ ലളിതമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടെന്ന്. പക്ഷേ അതിലുണ്ട്. ഏകദേശം സിനിമയുടെ ഒരു ഇൻ്റർവെൽ എത്താറാകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് മഹേഷ് ഒരു മരിച്ചടക്കിന് ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ തന്ന ഒരു നേന്ത്രപ്പഴം ഇത് എവിടെ നിന്നാണെന്ന് മഹേഷ് കാഷ്വലായിട്ട് ഒന്ന് ചോദിക്കുന്നുണ്ട് അവിടെയുള്ളവരോട്. അപ്പോൾ അത് എൽദോ ചായൻ്റെ പറമ്പിലാണെന്ന് പറയുന്നു. എൽദോ ചായൻ പറമ്പ് നോക്കാൻ ഏൽപ്പിച്ച വ്യക്തിയും അതുപോലെ തന്നെ അവിടുത്തെ മെമ്പറും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ വാക്കുതർക്കമാകുന്നു. അത് തീർക്കാനായിട്ട് അവർ അമേരിക്കയിലുള്ള എൽദോ ചായനെ വിളിക്കുന്നുണ്ട്. എൽദോ ചായനും അവരും തമ്മിൽ ഒരുപാട് കൺഫ്യൂഷൻ വരുന്നു. അതിൻ്റെ പേരിൽ മെമ്പറും ആ പറമ്പ് നോക്കാൻ ഏൽപ്പിച്ച വ്യക്തിയായിട്ട് അടിയാവുന്നു. അവിടെ നിന്ന് മെമ്പർ ഇറങ്ങിപ്പോകുമ്പോൾ വഴിക്ക് വെച്ച് ചാക്കിൽ കുറേ നെല്ലിക്കയായിട്ട് വരുന്ന ഒരാളുമായിട്ട് കൂട്ടിയിടിക്കുന്നു. അവിടെ നിന്ന് ആ നെല്ലിക്ക ആൾക്ക് നഷ്ടമാകുന്നു. അതിൻ്റെ ദേഷ്യത്തിന് ആൾ വീട്ടിൽ പോയി ഭാര്യയെ വഴക്ക് പറയുന്നു. ആ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് ബേബിയുടെ പെങ്ങളായിരിക്കും. അവിടെ ഉണ്ടായിരുന്ന അയൽവാസികൾ ആർട്ടിസ്റ്റ് ബേബിയെ വിളിച്ച് കാര്യം പറയുന്നു. ആർട്ടിസ്റ്റ് ബേബിയുടെ ഫോൺ ബാലൻസ് കഴിഞ്ഞതുകൊണ്ട് തിരിച്ചു വിളിക്കാനായിട്ട് ഫോൺ റീചാർജ് ചെയ്യാനായിട്ട് കടയിൽ കയറുന്നു. ആ കടയിൽ വെച്ച് കടയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയും ആർട്ടിസ്റ്റ് ബേബിയായിട്ട് വാക്കുതർക്കമാകുന്നു. അവിടേക്ക് മഹേഷ് വന്ന് ആ കാര്യത്തിൽ ഇടപെടുന്നു. ഇതിലെവിടെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നാണോ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞു തരാം. ഇതിൽ തുടക്കത്തിൽ മഹേഷ് ചോദിക്കുന്ന ഒരു ചോദ്യം അത് വലിയൊരു റിയാക്ഷൻ തന്നെ കാരണമാകുന്നുണ്ട്. അവിടുന്ന് പിന്നെ ആ റിയാക്ഷൻ നടന്ന് ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ നടന്ന് അവസാനം അത് വലിയൊരു ആ നാട്ടിൽ തന്നെ സംസാര വിഷയമാകുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അതാണെങ്കിൽ ഒന്നും കൂടി നമ്മൾ ഡീപ്പായി ചിന്തിച്ചാൽ മഹേഷിൻ്റെ ആ ചോദ്യം കൊണ്ട് മഹേഷിന് തന്നെയാണ് വലിയൊരു പ്രശ്നം ഉണ്ടായത്. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ല എന്ന് എത്ര പറഞ്ഞാലും അത് നമുക്ക് അംഗീകരിക്കാനാവില്ല. കാരണം എല്ലാവരുടെ ലൈഫിലും ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മറ്റൊരാളുടെ
മറ്റൊരാളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിന് കാരണമാകുന്ന ഈ ഒരു പ്രതിഭാസത്തെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു കലാപരമായോ കായികപരമായോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. ആ വ്യക്തി ചെയ്ത കാര്യത്തിനെ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ പ്രോത്സാഹിപ്പിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കമന്റ്സ് പറയാം. നിങ്ങൾ പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ ആ വ്യക്തി അതൊരു പ്രോത്സാഹനമായി എടുക്കുകയും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ ലൈഫിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് നല്ലതിന് വേണ്ടി മാത്രമായി തീരട്ടെ. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നാവിനെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിക്കോളൂ. ഒപ്പം ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഈ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻസോ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. ഒപ്പം ഞാനുമായി നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ടെലഗ്രാം ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്ന് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.